രൗദ്രം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ആരും അറിയില്ല ശിവ, നിന്റെ ഏട്ടൻ മധുവിധ ആഘോഷിക്കാൻ തിരക്കിലല്ലേ. ഇപ്പോൾ ഭൂമി കുലുങ്ങിയാലും അറിയില്ല. നിന്നെ ഒന്ന് കാണുന്നു, പറ്റിയ ഒരു അടിപൊളി കീസ് തന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഊഫ്, പൊളിക്കും. കാതിൽ കുറുമ്പും കുസൃതി ആവോളം നിറച്ച് ജീവൻ അത് പറയുമ്പോൾ ശിവ ഒന്ന് വിറച്ചു പോയി. വരട്ടെ. വീണ്ടും ഹൃദയം തുളയുന്ന ഒരു മാന്ത്രിക ശബ്ദത്തിൽ അവനത് ഒരിക്കൽ കൂടി ചോദിക്കുമ്പോൾ പേടിച്ചു വിറച്ച് ഫോണിൽ പിടിമുറുക്കി നിൽക്കുന്ന ശിവയെ അവൻ അവിടെ ഇരുന്ന് കാണാമായിരുന്നു. ശിവ. ശബ്ദമൊന്നും കേൾക്കാൻ കഴിയാണ്ട് ജീവനൊന്ന് വീണ്ടും വിളിച്ചു നോക്കി. മിണ്ടുന്നില്ല എങ്കിലും അവൾ അപ്പുറമുണ്ടെന്ന് അവന് ഉറപ്പാണ്. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ ശിവ. ജീവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ശിവയുടെ ചുണ്ട് കൂർത്തു. സാറ് ഞാൻ വിചാരിച്ച പോലെയല്ല, അവൾ പതിയെ പറയുമ്പോൾ ജീവന്റെ പൊട്ടിച്ചിരി കേൾക്കാം. എങ്കിൽ പറ, എന്നെക്കുറിച്ച് എന്താ നീ വിചാരിച്ചു വെച്ചിരുന്നേ? അവൻ ചോദിച്ചു. അല്ല, ഇങ്ങനെയൊന്നും പറയുന്നൊന്നും കണ്ടാ പറയില്ല, എന്തൊരു ഡീസൻ്റാണ് കാണുമ്പോൾ. ശിവ പറയുമ്പോൾ വീണ്ടും ജീവന്റെ ചിരി കേട്ടു. എൻ്റെ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചാണ് നിന്നെ. ആ നിന്നോട് ഉള്ളിലുള്ളത് മറച്ചു പിടിച്ച് പുതിയൊരു ജീവനാവൻ തൽക്കാലം എനിക്ക് മനസ്സില്ല എന്ന് കരുതി ഞാനത്ര കോഴിയൊന്നല്ല കേട്ടോ. നിനക്ക് മുന്നിലെ ജീവൻ തികച്ചും സ്പെഷ്യലായിരിക്കും. ജീവൻ പറയുമ്പോൾ ശിവ ചിരിച്ചുകൊണ്ട് മൂളി. ഇനിയൊന്ന് കോളേജിലേക്ക് വെറുതെ ലീവ് എടുക്കണം, എക്സാം ആവറായി. അതെല്ലാം മറന്നുപോയി ഇനി? വീണ്ടും അവൻ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ കാണാതെ വയ്യെന്ന് കൂടി ഒളിപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. അവൾക്കത് വളരെ വ്യക്തമായി മനസ്സിലായി. ഇനി ഞാൻ കോളേജിലേക്ക് പോകണം, നേരെ സാന്ററിയിലേക്ക് വന്നാലോ? സാറ് പഠിപ്പിച്ചില്ലേ എന്നെ? ശിവ കുറുമ്പോടെ ചോദിക്കുമ്പോൾ ജീവനൊന്ന് അമർത്തി മൂളി. പിന്നെ അത് ഞാൻ ഏറ്റു, പക്ഷേ പിന്നെ പരാതി പറയരുത്. ഞാൻ പഠിപ്പിക്കുമ്പോൾ സിലബസിലില്ലാത്ത പലതും നീ പഠിക്കേണ്ടി വരും. ഓക്കെ ആണോ? അതേ കുറുമ്പിൽ അവൻ മറുപടി കൊടുക്കുമ്പോൾ ശിവ ചുവന്നു പോയിരുന്നു. കുളിച്ചു കഴിഞ്ഞ് അവൻ ഇറങ്ങി വരുമ്പോൾ അഞ്ജലിയുണ്ട് റൂമിൽ. മുഖം കണ്ടാലേ അറിയാം ദേഷ്യത്തിലാണ്. അവളെ കണ്ടപ്പോൾ ലക്ഷ്മി തലേന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വീണ്ടും വീണ്ടും അവനുള്ളിലേക്ക് കുതിച്ചെത്തി. എത്ര ഒതുക്കി പിടിച്ചിട്ടും ചുണ്ടിലെ ഒരു ചിരി മിന്നിമാഞ്ഞു. തല തുടച്ചുകൊണ്ട് അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ഇനി അവഗണിച്ചു എന്നുള്ള തോന്നൽ വേണ്ടെന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. പക്ഷേ ആ ചിരിയുടെ മനോഹാരിതയിൽ മയങ്ങി പറയാൻ വന്ന മറന്നുകൊണ്ട് നോക്കി നിൽക്കുന്ന അഞ്ജലിക്ക് മുമ്പിൽ പോയി നിന്ന് രുദ്രൻ. അവൾ വെപ്രാളത്തോടെ നോട്ടം തെറ്റിച്ചു. ധൃതിയിൽ തിരികെ ഇറങ്ങിപ്പോവാൻ നിന്ന് അവളെ രുദ്രൻ കയ്യിൽ പിടിച്ചു നിർത്തി. പറയാൻ വന്നത് പറഞ്ഞിട്ട് പോയാൽ മതി. അവൻ പറയുമ്പോൾ വീണ്ടും അവളുടെ മുഖത്തെ ഭാവങ്ങൾ മാറി. ചിരിക്കും വെപ്രാളത്തിന് പകരം അവിടെ ദേഷ്യം വന്ന് വീണ്ടും നിറയുന്നു. ഇന്നലെ വൈകി വന്ന്? ദേഷ്യത്തോടെയാണ് ചോദ്യമെങ്കിലും അതവളുടെ പരിഭവമാണെന്ന് തോന്നി രുദ്രന്. തിരിച്ചിറങ്ങി പോവേണ്ടതാണ് എന്നുള്ള മറന്നുകൊണ്ട് കാണിക്കുന്ന പരിഭവം. ഞാനിവിടെ ഉള്ളതുകൊണ്ടാണോ രുദ്രയുടെ ശീലങ്ങളെല്ലാം വീണ്ടും മാറിയത്? അതുകൊണ്ടാണോ വൈകി വന്ന്? മുന്നിൽ കയറി നിന്നിട്ട് വാശിയോട് അവളത് ചോദിക്കുമ്പോൾ രുദ്രൻ ഒന്നും മിണ്ടാതെ അവളെ മാറി ഡ്രസ് ടേബിളിൻ്റെ അരികിൽ പോയി നിന്നു. ഇന്നലെ ഞാൻ എത്ര കാത്തിരുന്നു എന്നറിയോ? ഒടുവിൽ മുത്തശ്ശി പറഞ്ഞിട്ടാ കയറിപ്പോന്ന്. അഞ്ജലി പറയുമ്പോൾ രുദ്രൻ മുടി ചീയിക്കൊണ്ട് കണ്ണാടിയിൽ കൂടി അവളെ നോക്കി. മുത്തശ്ശി നിന്നോട് എന്തായി ഉദാസ പറഞ്ഞ്? ശാന്തമായി അവനത് ചോദിക്കുമ്പോൾ അഞ്ജലി വീണ്ടും അവൻ്റെ അരികിൽ പോയി നിന്നു. എൻ്റെ ഭർത്താവ് ഉത്തരവാദിത്തപ്പെട്ടൊരു പൊസിഷനിലിരിക്കുന്ന ഓഫീസറാണ്, ഞാനത് മറന്നു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. വലിയ ഗൗരവത്തിൽ അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കണ്ട് അവന് ചിരി വരുന്നുണ്ട്. തനിക്കിപ്പോൾ അവളോട് ദേഷ്യം തോന്നില്ലെന്ന് അവന് തോന്നി. ആ കുറുമ്പും കുസൃതി ആസ്വദിക്കാൻ പാകത്തിന് തൻ്റെ മനസ്സൊരുങ്ങിയ ചുമരിലെ കബോർഡ് തുറന്ന് അതിൽ നിന്നൊരു ഷർട്ട് വലിച്ചെടുത്തിടുന്നതിനിടെ അവൻ വീണ്ടും അവളെ നോക്കി. ഇന്ന് ലീവാണോ? അവൻ ഷർട്ട് എടുത്തിരുന്ന കണ്ടിട്ട് അഞ്ജലി ചോദിച്ചു. ആണെങ്കിൽ? ചെറിയൊരു ചിരിയോട് അവൻ തിരിച്ചു ചോദിച്ചു. ആണെങ്കിലും എനിക്കൊന്നുമില്ല. എന്നെ കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്ന രുദ്രേട്ടൻ ലീവായാലും ഇല്ലേലും എനിക്കെന്താ? അവൾ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ പോയിരുന്നു. ഞാൻ ഇന്ന് നിന്നോട് ദേഷ്യം കാണിച്ചു യുദാസേ? ഷർട്ടിൻ്റെ ബട്ടൺ പിടിച്ചിരുന്നതിനിടെ കണ്ണാടിയിൽ കൂടി നോക്കിക്കൊണ്ട് ശാന്തമായിട്ടാണ് അവനത് ചോദിച്ചത്. ഇന്ന്? അഞ്ജലി ആലോചിച്ച് നോക്കുന്ന പോലെ ഒന്ന് മേലേക്ക് നോക്കി. രുദ്രൻ ചിരിയോടെ തന്നെ അവൾ നോക്കുന്നുണ്ട്. കാണിച്ചോ? അവൻ വീണ്ടും ചോദിച്ചു. ഇന്ന് കാണിച്ചില്ല, പക്ഷേ ദേഷ്യമുള്ളതുകൊണ്ടല്ലേ, ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ 2 ദിവസമായിട്ട് വൈകി വരുന്നത്, എനിക്കറിയാം. വീണ്ടും അവൾ മുഖം വീർപ്പിച്ചു. എന്നാ ആര് പറഞ്ഞു? ഒരു പാൻ വലിച്ചെടുത്തുകൊണ്ട് അവൻ വീണ്ടും അവൾ നോക്കി ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം രുദ്രേട്ടാ. അവൻ പാൻ്റ് ഇടാൻ ഒരുങ്ങുന്ന കണ്ട് അവൾ വേഗം കണ്ണടച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലത് തെറ്റാണ് യുദാസേ. പാൻ്റ് ഇടുന്നതിനിടെ തന്നെ അവൻ പറയുമ്പോൾ അഞ്ജലി അറിയാതെ കണ്ണു തുറന്നു. അതേ നിമിഷം തന്നെ കണ്ണുകൾ വീണ്ടും ഇറുക്കി അടച്ചു. അതുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി.
കഴിഞ്ഞ്, ഇനി കണ്ണുറന്നോ? രുദ്രൻ പറയുന്ന കേട്ടപ്പോൾ ഒറ്റക്കണ്ണ് തുറന്നു നോക്കി. അവൻ പറഞ്ഞ പോലെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പറ, ദേഷ്യമില്ല പിന്നെന്താ വൈകി വരുന്നത്? ഞാനിവിടെ ഉള്ളതുകൊണ്ടല്ലേ? വീണ്ടും അവൾ അതേ ചോദ്യം ചോദിച്ചുകൊണ്ട് അവനെ പ്രതീക്ഷയോടെ നോക്കി. ഇന്നലെ ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടായിരുന്നു. വരുന്ന വഴി രണ്ടുപേരെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാധാരണ വരുന്നതിൽ കുറച്ചധികം നേരം ലേറ്റായത്. ഷർട്ടിൻ്റെ കൈ മടക്കി വെക്കുന്നതിനിടെ ചെറിയൊരു ചിരിയോടെയാണ് അവൻ്റെ മറുപടി. അപ്പോൾ എന്നോട് ദേഷ്യമില്ല അല്ലേ? വിടർന്ന കണ്ണുകളോട് അവളത് ചോദിക്കുമ്പോൾ അവനില്ലെന്ന് തലയാട്ടി. അഞ്ജലിയുടെ ചിരിക്ക് കൂടുതൽ ഭംഗി തോന്നി. ഇഷ്ടമുണ്ടോ? കണ്ണിലേക്ക് നോക്കി അഞ്ജലി ചോദിക്കുമ്പോൾ അതിന് അവനില്ലെന്ന് തലയാട്ടുമ്പോൾ ആ ചിരി വീണ്ടും മാഞ്ഞു. പിന്നെ എന്ത് കുന്താ നിങ്ങൾക്ക് എന്നോടുള്ളത്? വീണ്ടും അവൾ പിണങ്ങിയ പോലെ ബെഡിൽ പോയിരിക്കുമ്പോൾ രുദ്രൻ അവളെ തലചരിച്ച് നോക്കി. ദേഷ്യവും ഇഷ്ടമില്ലാതെ ഈ ലോകത്ത് വേറെയും വികാരങ്ങളുണ്ടൊരു യൂദാസേ. ചിരിച്ചുകൊണ്ട് തന്നെ അവൻ പറയുമ്പോൾ ആ ചിരിയിലേക്ക് നോക്കുമ്പോൾ അവളുടെ പിണക്കം മാഞ്ഞു. ഞാനൊന്ന് പുറത്തു പോവാ, ഒരു അരമണിക്കൂർ കൊണ്ട് തിരികെ വരും. അപ്പോഴേക്കും റെഡിയായി നിൽക്കണം. നിനക്കെന്തൊക്കെയോ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞ അമ്മ. രുദ്രൻ പറയുമ്പോൾ അവളൊന്നും മിണ്ടില്ല. മറ്റന്നാൾ മുതൽ കോളേജിൽ പോയി തുടങ്ങിക്കോ, ശിവയുണ്ടാവുമല്ലോ. ഇനി അധികം ക്ലാസ്സൊന്നും ഇല്ലല്ലോ. ചിരിയെല്ലാം മാറ്റി ഗൗരവത്തോടെയാണ് ഇപ്പോൾ അവൻ പറയുന്നത്. അഞ്ജലി വലിയ താല്പര്യമില്ലാത്ത പോലെ ഒന്ന് മൂളി. അത് കേട്ടപ്പോൾ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കും. ഞാൻ വരും വരെ ഇവിടെ മോന്തയും വീർപ്പിച്ചിരുന്ന തൂക്കിയെടുത്ത് വെളികളെ ഞാൻ. ഇറങ്ങിപ്പോകും മുന്നേ അവൻ ഒന്നുകൂടെ അവളെ ഓർമ്മിപ്പിച്ചു. ഇതല്ലാതെ തനിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? രുദ്രൻ ചോദിക്കുമ്പോൾ അയാളുടെ തല വീണ്ടും കുനിഞ്ഞ്. സ്റ്റീഫനും ജെറിനും അയാളെ നന്നായി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവർക്കെതിരെ നിന്ന് കളിക്കാൻ അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. പക്ഷേ രുദ്രനെ അതിനേക്കാൾ പേടിക്കേണ്ടതുണ്ട്. ഒരു വശം ജീവൻ കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ മറുവശം തൂങ്ങിയാടുന്ന് ഇന്നോളം കൊണ്ടുനടന്ന ജീവിതമാണ്, അഭിമാനമാണ്. രണ്ടും വിട്ടുകളാൻ വയ്യാത്തൊരു കുരുക്കിൽ പിടയുമ്പോൾ രുദ്രനെ വിളിച്ചു വരുത്തിയതാണ്. പക്ഷെ അവൻ്റെ മുഖത്തെ കടുപ്പം കാണുമ്പോൾ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നി. ന്യായമല്ലെങ്കിൽ അവൻ്റെ ഭാഗത്താണ് അന്നും ഇന്നും. അന്ന് സ്റ്റീഫൻ നീട്ടിയ കാശ് എണ്ണി വാങ്ങുമ്പോൾ സ്വന്തം കഴിവിൽ അഭിമാനമായിരുന്നു. ഇന്നിപ്പോൾ താൻ ചെയ്തു കൂട്ടിയ ഓരോന്നും ഓർക്കുമ്പോൾ അപമാനം കൊണ്ട് തല താനെ താഴ്ന്നു പോകുന്നുണ്ട്. ഇനി ഇത് പറഞ്ഞിട്ട് എന്നെ വിളിക്കണമെന്നില്ല. വ്യക്തമായ എവിഡൻസ് സഹിതം സ്റ്റീഫനെ പൂട്ടിയെന്ന് പറയാനാവണം ഇനി നീ എന്നെ വിളിക്കേണ്ടത്. മനസ്സിലായല്ലോ? അവസാന വാക്യത്തോളം പറഞ്ഞിട്ട് രുദ്രൻ ഇറങ്ങിപ്പോകുമ്പോൾ അത് നോക്കി അലി അക്തർ ഇരുന്നു പോയി. ബൈക്ക് എടുക്കായിരുന്നു. കാറിലേക്ക് കയറി മുന്നേ അഞ്ജലി പറയുമ്പോൾ രുദ്രൻ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. സീറ്റ് ബെൽറ്റ് ഇട്. വണ്ടി എടുക്കും മുന്നേ രുദ്രൻ പറഞ്ഞു. അതെന്തിന്? സാധാരണ പോലീസിനെ പേടിച്ചില്ലാക്കെ ചെയ്യുന്നത്. ഇടിപ്പോൾ നല്ലൊരു IPS കാരൻ്റെ കൂടെ ഇരിപ്പില്ലേ? അഞ്ജലി ചുണ്ടു ചുളിക്കൊണ്ട് അവനെ നോക്കി. പോലീസിനെ പേടിച്ച് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും വെക്കുന്ന മന്ദബുദ്ധികളുണ്ടാവും നിന്നെ പോലെ. പക്ഷെ അത് രണ്ടും ചെയ്യുന്ന സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയാണോ? തലയും കുത്തി റോഡിൽ വീണാലേ പോലീസുകാർക്കുള്ള നഷ്ടം. അത് മനസ്സിലാക്കാൻ പാകത്തിന് ബുദ്ധി ഉണ്ടായാൽ മതി. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ. രുദ്രൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അഞ്ജലി അവനെ നോക്കി ചുണ്ടുകൂട്ടി. വണ്ടി ഓടിത്തുടങ്ങിയിട്ടും അവനൊന്നും മിണ്ടുന്നില്ല. മുഖം കയറ്റിപ്പിടിച്ച് തന്നെ ഇരിക്കുന്നു. ഇത് മുന്നേ അറിയാവുന്നതുകൊണ്ട് ശിവയെ കൂടെ വരാൻ ഒരുപാട് വിളിച്ചു. നിങ്ങളുടെ സ്വർഗത്തിൽ ഞാനെന്തിന് 5 ദിവസം കട്ടുറുമ്പാവുന്നേ എന്നും പറഞ്ഞിട്ട് പിടിയൊന്നില്ല. ഇടയ്ക്കിടെ അവൾ നോക്കുന്ന രുദ്രൻ പാടെ അവഗണിച്ചു. എപ്പോൾ എന്നെ കണ്ടാലും മുഖം കടന്നൽ കുത്തിയ പോലെയാണ്. എന്നാൽ ഇതൊന്നും തെളിഞ്ഞ് കാണുന്നാവോ? പതിയെ അവളിരുന്ന് പിറുവിരുത്തു. നീ ഇറങ്ങിപ്പോയി തരുന്നതെന്ന് തെളിയും. മറുപടിയായി അവൻ പറയുന്നത് കേട്ടപ്പോഴായിരുന്നു പറഞ്ഞത് അവനും കൂടി കേൾക്കാൻ പാകത്തിനായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായത്. അഞ്ജലി ഒന്ന് കണ്ണുരുട്ടി നോക്കിയപ്പോൾ രുദ്രൻ ചിരിച്ചു. അങ്ങനെ ഇപ്പം ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിലോ? വാശി പോലെ ചോദിച്ചുകൊണ്ട് അഞ്ജലി അവനെ നേരെ തിരിഞ്ഞു. നീ പോവും യൂദാസ്. അവൻ അത് മാത്രം പറഞ്ഞുകൊണ്ട് സ്റ്റിയറിംഗിൽ താളം പിടിച്ചു. അവൾ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ പക്ഷെ അതിനൊന്നും ഉത്തരം കൊടുക്കാതെ അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ഇത് മതിയോ? അഞ്ജലി എടുത്തു വെച്ച ചുരിദാർ സെറ്റുകൾ എടുത്തു നോക്കിയിട്ട് രുദ്രൻ ചോദിച്ചു. മതി. അത്യാവശ്യം കലിപ്പുണ്ടാ സ്വരം നിറയെ. വന്നപ്പോൾ ഇരിയേറ്റതിൻ്റെ കടുപ്പം ഇനിയും വിട്ടിട്ടില്ല. ഇതുപോലുള്ള ഡ്രസ്സാണോ നീ യൂസ് ചെയ്യാറുള്ളത്? രുദ്രൻ അവൾ തന്നെ നോക്കി ചോദിക്കുമ്പോൾ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അഞ്ജലി അല്ലേന്ന് തലയാട്ടി. പിന്നെന്തിനാ ഇതൊക്കെ എടുത്തു വെച്ചേക്കുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. ജീൻസും ടോപ്പൊന്നും വീട്ടിൽ ആർക്കും ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി. അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കിത് കംഫർട്ടബിൾ ആണോ? രുദ്രൻ വീണ്ടും ചോദിച്ചു. അതിനവളൊന്നും മിണ്ടിയില്ല. ആർക്ക് വേണ്ടി സ്വന്തം ആറ്റിറ്റ്യൂഡ് മാറ്റാൻ നിൽക്കരുത്. ഇതെല്ലാം തിരിച്ചു വെച്ചിട്ട് നിനക്കെന്താണോ വേണ്ടത് അതെടുത്തു വാ. അത് പറഞ്ഞുകൊണ്ട് രുദ്രൻ തിരിഞ്ഞു കിടന്നു. ഉള്ള നിറഞ്ഞ ചിരിയോടെ അഞ്ജലി അവനെ നോക്കിയിട്ട് വീണ്ടും ഡ്രസ്സ് മാറ്റിയെടുക്കാൻ തുടങ്ങി. തിരിച്ചു പോരാൻ നേരം കാറിലേക്ക് കയറുന്നതിനിടെ തന്നെയാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. അഞ്ജലി കയ്യിലുള്ള കവറുകൾ പിന്നിലേക്ക് ഇട്ടുകൊണ്ട് മിണ്ടാതിരുന്നു. എനിക്കൊരാളെ കാണാനുണ്ട്, നീ ഇവിടെ ഇരിക്കില്ലേ? സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി.
ഞാനും വരട്ടെ എന്ന് പറയാനൊരു മടി. രുദ്രൻ ഡോറ് തുറന്നിറങ്ങി. പക്ഷെ മറുവശം വന്നിട്ട് ഡോർ തുറന്നുകൊണ്ട് അവൻ അവളോട് ഇറങ്ങി വരാൻ പറഞ്ഞു. വല്ലാത്തൊരു സന്തോഷത്തോടെ അഞ്ജലി അവനൊപ്പം നടന്നു. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അറിയാതെ തന്നെ രുദ്രന്റെ കൈകൾ അവളെ തോളിൽ ചേർത്ത് പിടിച്ച്. തല ഉയർത്തി നോക്കുമ്പോൾ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മുന്നോട്ട് നോക്കിയാണ് പോകുന്നത്. അവൾ ഒന്നുകൂടെ അവനോട് ചേർന്നു. നോക്കിയില്ലേലും അവന്റെ ചുണ്ടിലും ഒരു ചിരിയുണ്ടായിരുന്നു. വീണ്ടും ഫോൺ അടിക്കുമ്പോൾ അവൻ ഏതോ സ്ഥലം പറഞ്ഞു കൊടുത്തുകൊണ്ട് നടത്ത അല്പം കൂടി വേഗത്തിലാക്കി. അത്യാവശ്യം വലിയൊരു കൂൾ ബാറിനുള്ളിലേക്ക് അവൻ കയറി പോകുമ്പോൾ അവളും ധൃതിയിൽ അവനൊപ്പം നടന്നു. ഇരിക്കെ കസേര നീക്കി അവൻ പറയുമ്പോൾ അവനെതിരെയുള്ള കസേരയിൽ അവളും ഇരുന്നു. വീണ്ടും ഫോൺ അടിച്ചു. അത് ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. അഞ്ജലിയും തിരിഞ്ഞു നോക്കി. വരുന്ന ഒരു പെണ്ണാണെന്നറിഞ്ഞ് അവിടെ നെറ്റി ചുളിഞ്ഞു. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് രുദ്ര ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത സീറ്റിൽ പോയിരുന്നു. ഫോൺ ഓഫ് ചെയ്ത് അവൻ അവളെ നോക്കി ചിരിയമർത്തി. അഞ്ജലി അവനെ നോക്കി വിളിച്ച് കാണിച്ചു. അവൻ ചിരിയോടെ തന്നെ തലയാട്ടി. ഹായ് ഹായ്. നടന്നു വരുന്നവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൈ നീട്ടി. അവനും ഇരിക്ക് പറഞ്ഞുകൊണ്ട് രുദ്രനിരുന്നു. വൈഫാണോ? ഇരിക്കുന്നതിനിടെ അഞ്ജലിയെ നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അഞ്ജലി രുദ്രനെ നോക്കി. യാ അഞ്ജലി. അവന്റെ കൈകൾ വീണ്ടും അവളുടെ തോളിൽ അമർന്നു. എന്തായി പ്രിയ, ഞാൻ ഏൽപ്പിച്ച കാര്യം? രുദ്രൻ വീണ്ടും ഗൗരവത്തോടെ ചോദിച്ചു. നീ ഊഹിച്ചത് ശരിയാണ്. ജെറിൻ തോമസ് തന്നെയാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ. പരാതിപ്പെട്ട കുടുംബത്തോടെ ഇല്ലാതാക്കുന്നാണ് ഭീഷണി. പാവങ്ങളാ സർ, യാതൊരു നിവൃത്തിയില്ലാത്ത ഫാമിലി. പ്രിയ ദേഷ്യത്തോടെ തന്നെ പറയുമ്പോൾ അഞ്ജലിയുടെ ഉള്ളി വിറച്ച്. അവൾ ഞെട്ടിക്കൊണ്ട് രുദ്രനെയും പ്രിയയും മാറി മാറി നോക്കി. അവന്റെ മുഖം പക്ഷെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ദാ സാർ ആവശ്യപ്പെട്ട എവിഡൻസ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് കിട്ടാൻ. ജെറിൻ തോമസ് ചില്ലറക്കാരനല്ലല്ലോ. സാറിനൊപ്പം ഞാൻ കൂടി ഉണ്ടെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അവനെ ഇല്ലാതാക്കാനും മടിക്കില്ല. എന്നാലും വേണ്ടില്ല, ഇനി അവൻ മറ്റൊരു ഉദ്ദേശത്തിലൊരു പെണ്ണിനെ പോലും നോക്കാൻ പാടില്ല. പ്രിയ അത് പറയുമ്പോൾ അഞ്ജലിയുടെ മുഖം കുനിഞ്ഞു പോയിരുന്നു. ഹൃദയം നേറി അവൾക്ക് കണ്ണു നിറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ, ഇത്തിരി തിരക്കണ്ടേ. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വരാം സാർ. പ്രിയ യാത്ര പറഞ്ഞു പോയിട്ടും അഞ്ജലി മുഖമുയർത്തി രുദ്രനെ നോക്കിയില്ല. അവന് മുന്നിൽ ഒരു പുൽക്കുടിയോളം ചെറുതായി പോയിരുന്നു ആ നിമിഷം മുതൽ. അവിടെ ഇരുന്നോളം പറഞ്ഞല്ലേ ഞാൻ. ആ ഇരിപ്പ് കണ്ടിട്ട് രുദ്ര അഞ്ജലിയോട് പറഞ്ഞു. പോവാം. കൂടുതലൊന്നും പറയാതെ അഞ്ജലി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. കഴിക്കാൻ വല്ലതും വേണോ? രുദ്രൻ പുറകിൽ നിന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി വേണ്ടെന്ന് തലയാട്ടി. അത്ര നേരവും ഹൃദയം നിറഞ്ഞെന്ന സന്തോഷം പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോയിരുന്നു അവളിൽ. അവൻ്റെ നേരെ നോക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. നോക്കി നടക്ക്. യാതൊന്നും ശ്രദ്ധിക്കാതെ ധൃതിയിൽ നടന്നു പോകുന്നവളെ അവൻ പിന്നിൽ നിന്നും കൈപിടിച്ചു. കരച്ചിൽ വന്നിട്ട് അഞ്ജലിക്ക് ഒന്നും മിണ്ടാൻ വയ്യ. ചേട്ടായിയെക്കുറിച്ച് എല്ലാം അറിയാം. പക്ഷേ രുദ്രൻ്റെ മുമ്പിൽ വെച്ച് കേട്ടപ്പോൾ കാറിൽ കയറിയിരുന്നിട്ടും അവൾ ഒരിക്കൽ പോലും അവനെ നോക്കിയില്ല. അപ്പോഴും ഇടയ്ക്കിടെ അവൻ്റെ നോട്ടാവളിൽ പതിയുന്നുണ്ട്. വീട്ടിലെത്തിയിട്ടും തലവേദനയെന്ന് പറഞ്ഞ് ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നവരുടെ മൗനം അവനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അന്ന് ഉറങ്ങാൻ കിടന്നിട്ടും തലയിണയിൽ മുഖമൊളിപ്പിച്ച് പിടിച്ചുകൊണ്ട് അവൾ ഉറങ്ങിയതുപോലെ കിടക്കുമ്പോൾ ഒന്നും മിണ്ടിയെങ്കിലെന്ന് ഒരുപാട് ആഗ്രഹത്തോടെ മറുവശത്ത് അവനും മൗനം കൂട്ടുപിടിച്ച്. പുറത്തൊരു വണ്ടി വന്ന ശബ്ദം കേട്ടു. അഞ്ജലിയും ശിവയും അടുക്കളയിൽ ലക്ഷ്മിയെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ആരെ നോക്കി അഞ്ജു? അടുപ്പിലിരുന്ന കറി ഇളക്കിക്കൊണ്ട് ലക്ഷ്മി അത് പറയുമ്പോൾ അഞ്ജലി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു. അവളിപ്പോൾ ആ വീടുമായിട്ട് നന്നായിട്ട് ഇണങ്ങിച്ചേർന്നിരുന്നു. അവിടെയുള്ളവരെല്ലാം അവളിലും. ജെറിനെ കുറിച്ച് പിന്നെ ഒരു വാക്ക് പോലും രുദ്രൻ പറഞ്ഞിട്ടില്ലെന്നുകൊണ്ട് തന്നെ മനഃപൂർവ്വം അത് അവൾ മറന്നുകളയാനുള്ള ശ്രമത്തിലായിരുന്നു. വാതിൽ തുറന്ന് ചെല്ലുമ്പോൾ കാറിൽ നിന്നും ഡോർ തുറങ്ങി വന്നിരുന്ന റീത്തയിൽ അവളുടെ മിഴികൾ തങ്ങി. അമ്മാ! അല്പം ഉറക്കെ തന്നെ വിളിച്ചുകൊണ്ട് ഓടിയിറങ്ങി ചെല്ലുന്നവൾക്ക് നേരെ റീത്തയും കൈവിടർത്തി പിടിച്ചുകൊണ്ട് നോക്കി. അഞ്ജലി അവരെ കെട്ടിപ്പിടിച്ച്. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. വീണ്ടും ഡോറടയുന്ന ശബ്ദം കേട്ടിട്ടാണ് അഞ്ജലി തിരിഞ്ഞു നോക്കിയത്. ജോസെങ്കിൽ? ജോസെങ്കിൽ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അഞ്ജലി കണ്ണുടച്ചുകൊണ്ട് റീത്തയിൽ നിന്ന് മാറി ജോസിന്റെ നേരെ നടന്നു ചെന്നു. അയാൾ അവളൊന്ന് ചേർത്ത് പിടിച്ച്. സുഖാണോടി? അയാൾ ചോദിക്കുമ്പോൾ അഞ്ജലി ചിരിച്ചുകൊണ്ട് അധികം തലയാട്ടി. റീത്തയും മകളിലെ പുതിയ ഭാവങ്ങൾ കാണുകയാണ്. അവിടെ തന്നെ നിർത്താൻ ഇങ്ങോട്ട് വിളിച്ചുണ്ടാ മോളെ. ഇത്തിരി നേരമായിട്ടും വന്നാരം നോക്കാൻ പോയവളെ കാണാഞ്ഞ് വന്നു നോക്കിയതാണ് ലക്ഷ്മി. വന്നത് ആരാന്നറിയില്ലെങ്കിലും അത് അവൾക്ക് പ്രിയപ്പെട്ട ആരോ ആണെന്നും അവർക്ക് ഉറപ്പായിരുന്നു. വാ. അഞ്ജലി ചിരിച്ചുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് വിളിച്ചു. അവൾക്കൊപ്പം റീത്തയും ജോസും അകത്തേക്ക് നടന്നു. ഒട്ടൊരു പേടിയോടെയാണ് ഇരുവരും വന്നതെങ്കിൽ ഹൃദ്യമായ സ്വീകരണം അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന ആ മുഖങ്ങളിൽ അമ്പരപ്പ് വിളിച്ച് പറയുന്നുണ്ട്. യാതൊരു ഇഷ്ടക്കേടും അവരുടെ നേരിയ ചലനങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശി പോലും പരിഭവം കാണിക്കാതെ അവർക്കരികിൽ വന്നിരുന്ന് സംസാരിച്ചു. മകളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക അവരിൽ നിന്നും പാടെ മാറിപ്പോയിരുന്നു. അവളിവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ തിരികെ ഒപ്പം കൂട്ടായെന്ന് കരുതിയും കൂടിയാണ് വന്നത്.
പക്ഷേ ഇവരിവൾ അംഗീകരിക്കുന്നു എന്നത് അഞ്ജലിയുടെ സന്തോഷത്തിൽ നിന്ന് ചിരിയിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞു. അഞ്ജു, അമ്മയെ വിളിച്ചുകൊണ്ട് പോയി മുറിയെ കാണിച്ചു കൊടുക്കുക. രുദ്രനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ലക്ഷ്മി പറയുമ്പോൾ റീത്ത അഞ്ജലിയെ നോക്കി. ഞങ്ങൾക്ക് പോകണം. ജോസ് അത് പറയുമ്പോൾ റീത്തയും തലകുലുക്കി. ആയിക്കോട്ടെ, പോവാലോ. പക്ഷെ ഇന്നിവിടുന്നും ഭക്ഷണം കഴിക്കാതെ പോവാന്ന് രണ്ടാളും വെറുതെ കരുതണ്ട. നടക്കില്ല, അത്ര തന്നെ. ആദ്യമായിട്ട് മോളെ വീട്ടിൽ വന്നിട്ട് അങ്ങനെയങ്ങ് പോയാലോ? ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവരുടെ അരികിൽ നിന്ന് അഞ്ജലി ആ തോളിൽ മുഖം ചേർത്തുകൊണ്ട് അവരൊന്ന് ഇറുക്കി. എന്നെ ഇറുക്കി പൊട്ടിക്കാതെ അമ്മയെ വിളിച്ചുകൊണ്ട് അകത്തു പോവാ പെണ്ണെ. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ജോസ് അങ്കിൾ പിന്നെയും മുത്തശ്ശിയോട് വിശേഷം പറയും തിരക്കിലേക്ക് നീങ്ങിയപ്പോൾ അഞ്ജലി റീത്തയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.